നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മഹേഷേട്ടൻ പറഞ്ഞു. പക്ഷേ എനിക്കറിയേണ്ടത് നിങ്ങൾക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ്? ആദ്യം നീൽ പറയൂ. സ്വാതിയേട്ടത്തി ഗർഭിണി തന്നെയാ. ദാ നല്ലതുപോലെ സൂക്ഷിച്ചു നോക്കിക്കോ, പിന്നെ കണ്ടില്ലെന്ന് പറയരുത്. നീൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, എന്നിട്ട് ഒരു തീരുമാനം എടുക്കണം. അപകടത്തിൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് വളരെ ശക്തമായി സ്വാതിയുടെ വയറ്റിൽ വന്ന് ഇടിച്ചിട്ടുണ്ട്. ആ ഷോക്കിൽ സ്വാതിയുടെ യൂട്രസിന് ചെറിയ പ്രോബ്ലംസ് പറ്റിയിട്ടുണ്ടെന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായത്. ചെറിയ രീതിയിൽ യൂട്രസിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാതിക്ക് അടിയന്തരമായി ഒരു സർജറി നടത്തിയേ പറ്റൂ. ഡോക്ടർ, എന്റെ സ്വാതിക്ക് ഇനിയൊരു അമ്മയാവാൻ കഴിയില്ലേ? നീൽ, സ്വാതിക്ക് ഇനിയൊരു പ്രഗ്നൻസി ഉണ്ടാവുമെന്ന് എനിക്കിപ്പോ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു കള്ളം എനിക്ക് പറയേണ്ടി വന്നു. ഞാൻ ഗർഭിണിയല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം നീൽ ഓർക്കണം, ഒരു കള്ളം അറിയാതെ പറഞ്ഞു പോയി എന്നുള്ളത് അത്രയ്ക്ക് ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റൊന്നും അല്ലല്ലോ. സ്വാതിക്ക് പക്ഷെ കുറച്ചു മുൻപേ പറയാമായിരുന്നു. ചില അവസരങ്ങളിൽ സ്വാതി വല്ലാതെ ഭയന്നു പോയി, അതാ സംഭവിച്ചത്. കേട്ടിടത്തോളം ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ഇത്. തൽക്കാലം രണ്ടുപേർക്കും ചില ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. എന്റെ കൂടെ വരൂ. ആന്റി, ഞാൻ എന്തിനാ ടെസ്റ്റ് നടത്തുന്നത്? നീൽ, പറയുന്ന കേക്ക് പ്ലീസ്. വരൂ. അല്ല, എന്താ ഇത്? പതിവില്ലാതെ ഉദ്യാന പരിപാലനം വളർത്താൻ തന്നെയാണോ? എന്താടി, ഞാൻ വെള്ളം ഒഴിച്ചാ ചെടി വളരില്ലേ? രാവിലെ തന്നെ നീ കളിയാക്കാൻ ഇറങ്ങിയതാണോ? അയ്യോ, ഞാൻ ആരെയും കളിയാക്കുന്നില്ലേ. പക്ഷെ ആ പാവത്തിന് ഇനിയും ദ്രോഹിക്കരുത്. ഈ വീടിനും ഇവിടെയുള്ളവർക്കും വേണ്ടി എന്റെ ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള ആളാ സ്വാതിയെടുത്തി. ഓഹോ, അതിന് ഞാൻ എന്താ അവളെ തൊഴുതു നിൽക്കണോ? ഗൗരിയേച്ചി, കളിയാക്കണ്ട. മനസ്സിലെ നന്മയുടെ കാര്യത്തില് നിങ്ങളെ കൈ കൂപ്പി തോഴ്ത്തു നിൽക്കേണ്ട ആള് തന്നെയാ സ്വാതിയെടുത്തി. ആഹാ, അത് ശരി. എന്നാ പിന്നെ ദിവസവും സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോഴേ ഈശ്വരന്റെ പേരിന് പകരം അവളുടെ പേര് ചൊല്ലി സ്വാതി സ്വാതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്താ, മതിയോ? പരിഹസിച്ചോളൂ. പക്ഷെ ഇനിയെങ്കിലും സ്വാതിയെടുത്തിക്കെതിരെ
വേദയോടൊപ്പം ചേർന്ന് ദേവി ഇത് ദ്രോഹപ്രവൃത്തികൾ ചെയ്യരുത്. ഞങ്ങൾ ആരും ഒരു ദ്രോഹപ്രവൃത്തിയും ചെയ്തില്ലെങ്കിലും അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവുക തന്നെ ചെയ്യും. ഡോക്ടർ ശ്രീദേവിയുടെ ക്ലിനിക്കില് അവള് പരിശോധനയ്ക്ക് പോയിരിക്കല്ലേ. ആദ്യം അവൾ ആ അഗ്നി പരീക്ഷ ജയിച്ചു വരട്ടെ. അവക്ക് കുട്ടികൾ ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ ഡോക്ടർ ആന്റി പറയട്ടെ. അല്ല, അവളുടെ കൂടെ നിന്ന് നീയല്ലേ ഈ നാടകത്തിന് കർട്ടൻ ഉയർത്തിയത്? ഇനി അതിന് അന്ത്യം കണ്ടിട്ട് മതി കർട്ടൻ താഴ്ത്തുന്നത്. ഗൗരിയേച്ചി, നിങ്ങളോടൊപ്പം നിന്ന് ആ പാവത്തിന് ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ മനസ്സിന്റെ നന്മ പിന്നീട് തിരിച്ചറിയാൻ കഴിഞ്ഞത്. വേദയ്ക്ക് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ട്. ഗൗരിയേച്ചി ദയവ് ഇത് കൂട്ടി നിൽക്കരുത്. എടീ, വേദയ്ക്ക് മാത്രമല്ല, ഈ എനിക്കും ഉണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വേദയെന്നല്ല ആരുമായിട്ടും ഞാൻ കൂട്ടുകൂടും. സ്വാതിയടുത്തിന്റെ ജീവിതം തകർത്ത നിങ്ങൾക്ക് എന്താ ലാഭം? ഗൗരിയേച്ചി, ഏടത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഏടത്തിയെ ദ്രോഹിക്കരുത്. കുട്ടികളുണ്ടാവാത്തത് സ്വാതി ഏടത്തിന് തെറ്റല്ലല്ലോ. പിന്നല്ലാതെ പ്രസവിക്കാത്തവളെ ഏത് ഭർത്താവിന് വേണം? എന്നിട്ട് ഗൗരിയേച്ചി എന്താ ഇതുവരെ അമ്മയാകാത്തത്? എനിക്കെന്താ ദൈവം ഇതുവരെ കുഞ്ഞിനെ തരാത്തത്? ഇതൊക്കെ ഈശ്വര നിശ്ചയാണ് ഗൗരിയേച്ചി. ചിലപ്പോ ഈ ജീവിതത്തിൽ നമുക്കും സ്വാതി എടുത്തിട്ട് വിധിയുണ്ടായാലോ? ആ, നീ ആ പറഞ്ഞത് നേരാ. നിനക്ക് ചിലപ്പോ സ്വാതിയുടെ വിധി വന്നേക്കും. പക്ഷെ ഈ ഗൗരിക്കത് വരില്ല. ഈ വീട്ടിൽ ആദ്യം ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. എടീ, ഈ വീട്ടിൽ എന്നെക്കാൾ വലിയ അധികാരം അവൾക്ക് വല്യച്ഛൻ കൊടുത്ത അന്ന് മുതൽ തുടങ്ങിയതാ എനിക്ക് അവളോടുള്ള വിരോധം. നീലിന്റെ ജീവിതത്തിൽ പടർന്നു കയറിയ ഒരിത്തിൽ കണ്ണി അവള്. അതിനെ ഞാൻ പറിച്ചെറിയ തന്നെ ചെയ്യും. നോക്കിക്കോ. ദേ, അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോ നീയും കൂടി പുറത്തു പോയാലും എനിക്കതിൽ സന്തോഷേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കിക്കോ ഗൗരിയേച്ചി. അബദ്ധത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞ കള്ളത്തരം മാറ്റി പറയാൻ പറ്റാത്തോണ്ടാ ഈ പുലിവാലെല്ലാം ഉണ്ടായത്. എടീ, അത് ഈശ്വരൻ ഞങ്ങൾക്ക് കൊണ്ടുവന്ന നല്ല ഒന്നാന്തര അവസരവാ. അത് ഞങ്ങള് ഭംഗിയായിട്ട് അങ്ങ് ഉപയോഗിച്ചു. അല്ല, ഇപ്പൊ നീ ഈ അപേക്ഷ കൊണ്ടുവന്നത് അവള് പറഞ്ഞിട്ടാണോ? ആയാലും ഇല്ലെങ്കിലും ഡോക്ടർ ശ്രീദേവി ആന്റിയുടെ ക്ലിനിക്കിൽ നിന്ന് മടങ്ങിയെത്തുമ്പോ നീല തീരുമാനിക്കും സ്വാതി ഈ വീട്ടിൽ തുടരണോ വേണ്ടയോന്ന്. അതിന് തൽക്കാലം നിന്റെ വക്കാലത്തിന്റെ ആവശ്യമില്ല. നന്ദിനി, നീ ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കും അവക്കും കൂടെ ഒരുമിച്ചങ്ങ് പുറത്തേക്ക് പോകാം. നിങ്ങളെ രണ്ടുപേരെയും അടിച്ചു പുറത്താക്കാനുള്ള ചാണകവെള്ളം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിവിടെ ശുദ്ധികലശം നടത്താൻ. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കോളൂ. ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ ഈവനിങ് ആകും. നാളെ ഞാൻ വീട്ടിലേക്ക് വരാം. ശരി ആന്റി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നീൽ, സ്വാതിയെ കൂടെ കൊണ്ടുപോ. കുട്ടിക്കാലത്തെ അവന്റെ വാശി ഇനിയും മാറിയിട്ടില്ല. സ്വാതി, നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത്. എല്ലാം നേരെ വിപരീതമായി പോയി. സാരമില്ല, നമുക്ക് എല്ലാം ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർ, എന്ത് വന്നാലും എനിക്ക് എന്റെ ഏട്ടനെ പിരിയാൻ പറ്റില്ല. എനിക്ക് വേറെ ആരുമില്ല. സ്വാതി സമാധാനമായിട്ടിരിക്കെ. വളരെ സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമായത്. ഇതിന് കുറച്ച് സാവകാശം വേണം. എന്തു വന്നാലും നിങ്ങൾ തമ്മിൽ പിരിയാൻ ഞാൻ ഇടവരുത്തില്ല. പോരെ? എന്താ വേദേ, പുതിയതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പുതിയതല്ല, പഴയ പ്രശ്നങ്ങൾ തന്നെ.
മുറിച്ചിട്ടാലും വീണ്ടും മുറി കൂടുമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ. ഒന്ന് തെളിച്ചു പറയടി, ആര് മുറി കൂടിയെന്ന് നീ പറയുന്നേ? കൂടിയില്ല, പക്ഷേ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. നീലും സ്വാതിയും ഡോക്ടർ ശ്രീദേവിയെ കാണാൻ പോയിരിക്കുക. എന്തിന്? അവർക്കിതിലെന്താ കാര്യം? നീലിന്റെ അച്ഛന്റെ ഒരു കുടുംബ സുഹൃത്താ ഈ ഡോക്ടർ. സ്വാതിക്കിനി കുട്ടികൾ ഉണ്ടാകുമോ എന്നറിയാനുള്ള പരിശോധന നടത്താൻ മാത്രമല്ല അവര് പോയിരിക്കുന്നത്. പിന്നെ നീ എന്തായി പറഞ്ഞു വരുന്നേ? ഒന്ന് തെളിച്ചു പറ. സ്വാതിയെയും നീലിനെയും വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അച്ഛൻ. എന്നിട്ട് നീലതിന് വഴങ്ങിക്കൊടുത്തോ? ഹാ, അതാണ് ആകെ ഒരു ആശ്വാസം. നീൽ ഇതുവരെ അവൾക്ക് അനുകൂലമായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് ഡോക്ടറെ കാണാൻ പോയതുപോലും രണ്ടായിട്ടാ. ഓ, എന്നിട്ടാണോ നീ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതല്ല വൈശാഖി, ആ ഡോക്ടർ ശ്രീദേവി നല്ല ഒന്നാന്തര ഒരു ഫാമിലി കൗൺസിലർ കൂടിയാ. അവരെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. അതിനെന്താ? എടി, പിരിഞ്ഞു പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അവരുടെ അടുത്ത് എത്തിച്ചാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഒരുമിച്ച് കളിച്ച് ചിരിച്ചു മടങ്ങുമെന്നാ കേൾവി. ഓ, അത് ശരി. അപ്പോ അവരെ സൂക്ഷിക്കണം. ഒരു നല്ല കൗൺസിലർ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പോൾ നീലിനും സ്വാതിക്കുമിടയിൽ. അതാ ഞാൻ പറഞ്ഞത്. ചേടാ, ഇത് കഥ മാറി മറിയുമല്ലോ. എങ്കി നിന്റെ കാര്യം പോക്ക. ഏയ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരൊന്നിക്കാനുള്ള സാധ്യതയില്ലെന്നാ എന്റെ ഒരു വിശ്വാസം. അങ്ങനെ ആയാ നന്ന്. ആ ഡി, നീലിന്റെ വണ്ടി വരുന്നുണ്ട്, നോക്കട്ടെ. നീ കട്ട് ചെയ്യല്ലേ? വൈശാഖി, നീല് മാത്രമേ ഉള്ളൂ വണ്ടിയില്. അപ്പോ സ്വാതിയെ കൊണ്ടുവന്നില്ലേ? ഇല്ലെന്നാ തോന്നുന്നത്. രാവിലെ ഇവിടുന്ന് പോയതും രണ്ടായിട്ട് തന്നെയാ. നീൽ ഒറ്റയ്ക്കാണ് തിരിച്ചു വന്നതെങ്കിൽ കൗൺസിലിംഗ് ചീറ്റിയെന്നല്ലേ അതിനർത്ഥം? നീ ഒരു കാര്യം ചെയ്യേ, ചെന്ന് എന്താ സംഭവിച്ചെന്ന് നോക്ക്. ശരി, ഞാൻ തിരിച്ചു വിളിക്കാം. ബൈ. നീലേ, എന്ത് തോന്നിയ അവസാടാ നീ കാണിച്ചേ? സ്വാതിയെ കൂട്ടാതെ നീ ഇവിടുന്ന് പോയി. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ എന്നെ പോലും നീ അപമാനിച്ചു. അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശ്രീദേവി എന്നെ വിളിച്ചിരുന്നു. അവർക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള പിണക്കവും വഴക്കവും ഒക്കെ. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തോന്നിവാസം കാണിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നോടാ. നീ സ്വാതിയെ കൂട്ടാതെ അവിടെ ചെന്നിട്ടല്ലേ സ്വാതി വരുന്നവരെ അവർ നിന്നെ പുറത്തിരുത്തിയത്? എടാ, വീട്ടിനുള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും വഴക്കോ പിണക്കോ ഉണ്ടായാൽ അത് വീടിനുള്ളിൽ തന്നെ തീർക്കണം. മനസ്സിലായോ? ഇല്ലച്ചാ, എനിക്കത് മനസ്സിലാവില്ല. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ചിരിക്കാനും കരയാനും എനിക്കറിയില്ല. കീ കൊടുത്തു വിടുന്ന പാവയെ പോലെ സംസാരിക്കാനും അറിയില്ല. എന്നെ ചതിക്കുന്നവരോട് ഒത്തുപോകാൻ എനിക്ക് പറ്റില്ല. നീലേ, നീ ഈ പറയുന്നത് അനാവശ്യമായിട്ടുള്ള വാശിയും വിരോധമാണ്. ജീവിതത്തിന് ഒരിക്കലും വാശി കൊണ്ട് ജയിക്കാൻ കഴിയില്ലെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. എടാ, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം സ്നേഹിച്ച് മാത്രമല്ല ജീവിക്കുന്നത്, വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് കൂടിയാണ്. അതറിയാമോ നിനക്ക്? അച്ഛാ, അകന്നു പോയവരെ തമ്മിൽ വീണ്ടും ചേർത്ത് വെച്ച അതൊരിക്കലും ശരിയാവില്ല. അകന്നുപോയോ? ആരകന്നുപോയി? നിന്റെ ഭാര്യ നിന്നിൽ നിന്ന് അകന്നുപോയോ? അകന്നുപോയത് നീയാ. അനാവശ്യ വാശി മൂലം സ്വയം നശിക്കുന്നത് നിന്റെ ജീവിതം. അത് നീ മനസ്സിലാക്കിക്കോ. അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരിക്കലും സ്വാതിയോട് ഒത്തുപോകാൻ എനിക്ക് കഴിയില്ല. അതിപ്പോ മാത്രമല്ല, ഈ ജന്മത്ത് കഴിയില്ല. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? പറയടാ, എന്താ നിന്റെ മനസ്സിൽ? ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം
തമ്മി പിരിയാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു എന്നല്ലേ? ഒരു ഡിവോഴ്സ് തന്നെയാണ് നിന്റെ മനസ്സിലെ ഉദ്ദേശം. വേണ്ടി വന്നാ നമുക്കതും ചെയ്യേണ്ടി വരും. അച്ഛാ, പിരിഞ്ഞു പോവേണ്ടത് പിരിഞ്ഞു പോവുക തന്നെ വേണം. അതിനെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കരുത്. നീലേ, നീ എന്താ ഇപ്പൊ പറഞ്ഞത്? വല്ല ഓർമ്മയുണ്ടോ? അഹങ്കാരം പറയുന്നതിനെ ഒരതിര് വേണം. ഞാൻ ഒരഹങ്കാരവും പറഞ്ഞിട്ടില്ല. ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഓരോന്ന് സംസാരിച്ചത്. എന്ത് ബോധ്യം? അതിനു മാത്രം അവളിപ്പോ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹമോചനം നടക്കുന്നതേ ലോകത്ത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ കുടുംബത്തിൽ ഇതുവരെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. എൻ്റെ ജീവനുള്ള കാലം വരെ അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. അച്ഛാ, ഇന്നലകളിൽ സംഭവിക്കാത്ത ഒരു കാര്യം ഇന്ന് സംഭവിച്ചുകൂടാന്ന് എന്താ നിയമം? ആർക്കാ അങ്ങനെ പറയാൻ കഴിയുന്നത്? എടാ, നിയമത്തിന്റെ നൂലിഴ നോക്കി ജീവിക്കാൻ കഴിയില്ല. അതുപോലെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അടിസ്ഥാനമാക്കേണ്ട ചില പ്രധാന കാര്യങ്ങളും കൂടെ ഉണ്ട്. അതറിയാമോ നിനക്ക്? മനുഷ്യത്വം, ദയ, കാരുണ്യം, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളും കൂടി ജീവിതത്തിലുണ്ട്. അതൊക്കെ മറന്നുകൊണ്ട് വളരെ നിസ്സാരമായിട്ടാണ് നീ ഈ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞത്. ഇതിൽ കൂടുതൽ മനുഷ്യത്വവും കരുണയെന്ന് കാണിക്കാൻ എനിക്ക് പറ്റില്ലച്ചാ. അപ്പോ നീ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം? അങ്ങനെ വിശ്വസിച്ചാലും എനിക്ക് വിരോധമില്ല. പക്ഷേ കോടതിയിൽ നീ എന്ത് കാരണം പറയും? അവൾ കള്ളം പറഞ്ഞു, അതോ നിന്നെ വിഡ്ഢിയാക്കിയെന്നോ? എടാ, സ്വാതി ഗർഭിണിയല്ലെന്നറിഞ്ഞപ്പോൾ എനിക്കും സങ്കടവും നിരാശയും ഒക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അതിലർത്ഥമില്ലെന്നും തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോടിത് സംസാരിക്കുന്നത്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും. നീ പറയുന്ന നിസ്സാര കാര്യങ്ങളൊന്നും ഒരു കോടതിയും അംഗീകരിക്കാൻ പോകുന്നില്ല. കോടതി അംഗീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. മരുമകൾക്ക് വേണ്ടി വാദിക്കുന്നതിനിടയിൽ അച്ഛനത് മറന്നുപോയി. എന്ത് കാരണം? എന്ത് കാരണമുണ്ടെന്നാ നീ പറയുന്നേ? അച്ഛാ, ഒരിക്കലും ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയാത്ത സ്ത്രീയെ ജീവിതകാലം മുഴുവൻ ചുമക്കാൻ ഒരു കോടതിയും പറയില്ല. നീലേ, എന്താ അതൊരു കാരണമല്ലേ? ഭാര്യ പ്രസവിക്കാത്തവളാണെന്ന് തെളിഞ്ഞാൽ വിവാഹമോചനം അനുവദിക്കാൻ നിയമമുണ്ട്. അത് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. മതിയടാ, കോടതിക്ക് കാരണം മതിയായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ കോടതിയിലെ നീതി വേറെയാ. അവിടുത്തെ ചോദ്യം ഇതായിരിക്കില്ല. ദൈവത്തിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണല്ലോ പ്രമാണം. മാതാവിനും പിതാവിനുമുള്ള സ്ഥാനം ദൈവത്തിന് മുകളിലാ. അപ്പൊ എന്റെ ചോദ്യം ദൈവത്തിന്റെ കോടതിയിൽ നിന്നോട് ചോദിക്കുന്നത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. സ്വാതിയുടെ സ്ഥാനത്ത് കുട്ടികൾ ഉണ്ടാവില്ല എന്ന കുറവ്
നിനക്കായിരുന്നെങ്കിൽ സ്വാതി നിന്നെ ഉപേക്ഷിച്ചു പോകുമായിരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ സ്വാതിക്കും ഈ അവകാശങ്ങളൊന്നുമില്ലേ? അച്ഛാ, ഇതൊക്കെ വെറും സാങ്കല്പികമായ ചോദ്യങ്ങളാ. ഇതിനൊക്കെ മറുപടി പറയാൻ എന്നെ കിട്ടില്ല എന്ന് കരുതി എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല.